പ്രീമിയം ആൻഡ് റിച്ച് ലുക്കിൽ നിൽക്കുന്ന എന്നാൽ ഒരു അഫോർഡബിൾ റേഞ്ചിനകത്ത് കൊണ്ടുവന്നേക്കുന്ന ടിഷ്യൂ ആൻഡ് ഓർഗൻസ് ഡിഫറെൻറ്റ് ഫാബ്രിക് ആട്ടോ, പക്ഷേ കളേഴ്സ് എല്ലാം സെയിം ആണ്. ഒരു ക്രീം ഷെയ്ഡിനകത്ത് വന്നേക്കുന്ന സാരീസ്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ഓർഗൻസ, അതിനകത്ത് തന്നെ സെറി യൂസ് ചെയ്തിട്ടുള്ള ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ചെക്ക് സ്റ്റൈലിലാണ് വീവിങ് പോയേക്കുന്നത്, ഒരു സ്ട്രൈപ്സ് ലുക്ക്. അതിനകത്ത് തന്നെ ഒരു ചെക്ക് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന വീവിങ് സ്റ്റൈൽ ആൻഡ് ബോർഡറിലും അത്യാവശ്യം റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സെറി യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ സെറി യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. അപ്പർ ബോർഡറും ലോവർ ബോർഡറും സെയിം വിത്തിലാണ് വന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു, അതിനകത്തും ഒരു ലൈറ്റ് ഗോൾഡൻ സെറീൻ്റെ തന്നെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ലൈറ്റായിട്ട് ഒരു കോപ്പർ ടിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, കോപ്പർ ആൻഡ് ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷൻ. ആൻഡ് ഈ ഒരു സെയിം ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1209, കോഡ് വരുന്ന NN252. നമുക്കിതിൻ്റെ ബാക്കി സാരീസിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കാം. നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം ആ ഒരു ക്രീം ഷെയ്ഡിനകത്ത് തന്നെ ബനാറസി വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന സാരി. ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡാട്ടോ വന്നേക്കുന്നത്. ഇത് ബ്ലൗസ് പീസ്, നല്ല റിച്ചായിട്ട് നിൽക്കുന്ന ബ്ലൗസ് പീസ് ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ. ഷോർട്ട് പല്ലു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ആൻഡ് ബോഡിയിൽ ത്രൂ ഔട്ട് ഈ ഒരു സിൽവർ ആൻഡ് മൾട്ടി കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബനാറസി സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു വീവിങ് ആട്ടോ കൊണ്ടുവന്നേക്കുന്ന ലുക്ക് വരുന്നത്. ഒരു ഡയമണ്ട് സ്റ്റൈലിലുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്, അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്നൊരു ലുക്കാട്ടോ. അപ്പർ ബോർഡർ ഷോർട്ടായിട്ടും ലോവർ ബോർഡർ അത്യാവശ്യം ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു ലുക്ക്. അതിൻ്റെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നൊരു ഫാബ്രിക്. ബനാറസി സ്റ്റൈൽ ആൻഡ് ചന്ദേരി ഫിനിഷിൽ വന്നേക്കുന്ന സാരി. ഇതാട്ടോ ലുക്ക് വരുന്നത്. ആ ഒരു ഗോൾഡ് ടിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡൻ ജ്വല്ലറീസിൻ്റെ കൂടെ അല്ലെങ്കിൽ സിൽവർ, ആ ഒരു സിൽവർ സെറിക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഡയമണ്ട് ആൻഡ് സിൽവർ ടൈപ്പ് ഓഫ് ജ്വല്ലറീസിൻ്റെ കൂടെയും ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ലുക്കിന് പറ്റുന്ന പെർഫെക്റ്റ് കളക്ഷൻ ആട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ടിഷ്യൂ ബേസിനകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേണിൽ വന്നേക്കുന്ന സാരി. ആൻഡ് ബോർഡറിൽ ഒരു സിക്സ് ആക്ക് പാറ്റേണിൽ ഗോൾഡിൻ്റെ, സിൽവർ ആൻഡ് ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു സിക്സ് ആക്ക് പാറ്റേൺ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു കളക്ഷൻ മുന്നേ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് പല്ലു ഡീറ്റെയിലിംഗ്, ഒരു സിക്സ് ആക്ക് പാറ്റേൺ ആണ് പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ഫ്ലോറൽ ലുക്ക്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്ന ഒരു ഫാബ്രിക് ആട്ടോ. ടിഷ്യൂ ബേസിനകത്ത് വന്നേക്കുന്ന സാരി. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ലുക്കിൽ പെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം നമ്മൾ ആ ഒരു പല്ലുവിൽ കണ്ട സെയിം ആ ഒരു സിക്സ് ആക്ക് പാറ്റേൺ, ഒരു ഡയമണ്ട് ആൻഡ് ഇതിനകത്ത് തന്നെ ഒരു ഫ്ലോറൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പല്ലു ആൻഡ് ഫുള്ളി ഒരു ബ്രൊക്കേഡ് ലുക്കിൽ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് ഒരു 3ക്ക് അകത്ത് നിൽക്കുന്ന പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന സാരി. 2999 ആണ് ഈ ഒരു സാരീൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. NN263. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ക്രഷ്ഡ് ഓർഗൻസ സാരി ഒരു 4 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ, കസിൻസിന് ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും, ഇല്ല ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ലുക്കാട്ടോ. ഇപ്പോൾ ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്. ആ ഒരു ഫാബ്രിക് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന സാരി. അതിനകത്ത് ബോർഡറിൽ സെൽഫ് കളറിൻ്റെ ഒരു ടിൻറ്റ് ഓഫ് ലൈറ്റും ഡാർക്കും യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അൺഈവനായിട്ട് വന്നേക്കുന്ന സ്കാലപ്പ് ഫിനിഷ്. ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിലിങ്ങിൽ വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ കണ്ടോ, നമുക്കൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ടു ഡ്രേപ്പ് ആട്ടോ ഈ ഒരു ഫാബ്രിക്. ക്യാരി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. സിംഗിൾ പ്ലീറ്റ്സ് ആണെങ്കിലും പ്ലീറ്റ്സ് എടുത്ത് വെയർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഫാബ്രിക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ലൈറ്റ്
മജന്ത ഷെയ്ഡ്. ആക്ച്വലി പിങ്കും മജന്തയും തമ്മിൽ ചെറിയൊരു വേരിയേഷനുള്ളൂ. ഭയങ്കര ലൈറ്റ് ഓഫ് മജന്ത കേട്ടോ വന്നേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്നതും സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ലൈറ്റ് മൂവിൻ്റെയും ഈ ഒരു സെയിം പിങ്ക് മജന്തയുടെ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടിയാണ് യൂസ് ചെയ്തേക്കുന്നത് ഫ്ലവേഴ്സ്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ബ്ലൗസിൽ ഈ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവറിലായിട്ട് ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇപ്പോൾ കസിൻസിനൊക്കെ ആണെങ്കിൽ ഒരു 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ സെയിം ഒരു പാറ്റേണിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഇതിനകത്ത് വെക്കുന്ന ഫ്ലോറൽ ലുക്കൊക്കെ സെയിം ആണ്. ആൻഡ് ഫൈനലി വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്ന SPPൻ്റെ കോഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരി SPP 744 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3699. ഇടയ്ക്കൊക്കെ നമുക്ക് ടെമ്പിൾ വിസിറ്റിന് പോകുമ്പോഴോ ഒരു ട്രഡീഷണൽ ടച്ചിൽ നിൽക്കുന്ന നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സിൻ്റെ ഒരു ലുക്ക്. എല്ലാം ഡാർക്കർ പാലറ്റ്, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കളർ ഷെയ്ഡ്സിലും കൂടിയാണ് വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്ന ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്ന ടോപ്പ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ബേജ് ഷെയ്ഡിലെ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു പടി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, യൂനെക്ക്. ആൻഡ് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിലും സെയിം ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന സ്ലീവിൻ്റെ പോർഷൻ. ആൻഡ് സ്ലിറ്റഡ് ലുക്കിൽ വന്നേക്കുന്ന ടോപ്പ്, അതിൻ്റെ അവിടെയും ഒരു പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നേക്കുന്ന കളക്ഷനാണ് ടോപ്പ്. ഇതിൻ്റെ ഒരു 3 കളറും കൂടി അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ബാക്ക് പോർഷൻ സോളിഡ് ആയിട്ട് വന്നേക്കുന്നത് റൗണ്ട് നെക്കാണ് ബാക്കിലും വന്നേക്കുന്നത്. 3/4 സ്ലീവ്. സ്ലീവിൻ്റെ പോർഷനിൽ സെയിം ഒരു വർക്ക് ഡീറ്റെയിലിംഗ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബർഗണ്ടി ടോൺ. ഇതിൻ്റെ കൂടെ എല്ലാം നമ്മുടെ ആ ഒരു ക്രീം ഷെയ്ഡ് ബോട്ടമില്ലേ, അപ്പം എല്ലാവരുടെയും കയ്യിലുണ്ടാവാറുള്ള ബ്ലാക്ക് ആൻഡ് ക്രീം ഷെയ്ഡിലുള്ള ബോട്ടം എല്ലാവരുടെയും ഉണ്ടാവും. ആ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിലൊക്കെ വരുന്ന ബോട്ടത്തിൻ്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ആട്ടോ. അല്ല ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ കോഡ് വരുന്നത് YAS 134 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1509. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് വെബ്സൈറ്റ് www.aham.store.